ഒരേ സമയം രണ്ടു വ്യത്യസ്ത കേസുകളാണ് നടി നയൻതാരയും അവരുടെ ഭർത്താവ് വിഘ്നേഷ് ശിവനും നേരിടേണ്ടി വന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. 2023 ഡിസംബർ മാസത്തിൽ പുറത്തിറങ്ങിയ അന്നപൂരണി എന്ന നയൻതാര ചിത്രത്തിന്റെ ഉള്ളടക്കത്തിനെതിരെയാണ് ആദ്യ കേസ്. നയൻതാര ഒരു ഷെഫിന്റെ വേഷം ചെയ്യുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. വെറും 5 കോടി മാത്രമാണ് ഈ ചിത്രം തിയേറ്ററിൽ കളക്ഷൻ ഇനത്തിൽ നേടിയതെന്ന് റിപ്പോർട്ടുമുണ്ട്. മുംബൈയിലെ LT മാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് സിനിമ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ പരാതി കിട്ടിയത്. നയൻതാര, സിനിമയുടെ സംവിധായകൻ നിലേഷ് കൃഷ്ണ, നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലാണ് കേസ്. നയൻതാരയുടെ 75ാമത് ചിത്രമാണ് അന്നപൂരണി. സിനിമയിലെ നായകൻ ജയ് ശ്രീരാമൻ മാംസാഹാരിയാണ് എന്ന് പറയുന്ന ഡയലോഗുണ്ട്. ഇത് മതവികാരം വ്രണപ്പെടുത്തി എന്നാണ് പരാതി. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ഡിജിറ്റൽ പ്രദർശനത്തിനെത്തിയ ശേഷമാണ് വിവാദമുണ്ടാവുന്നത്. മറ്റൊരു രംഗത്തിൽ ബിരിയാണി വെക്കുന്നതിന് മുൻപ് നമസ് ചെയ്യുന്ന നയൻതാരയെ കാണിക്കുന്നുണ്ട്. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളുടെ വേഷമാണ് ഈ സിനിമയിൽ നയൻതാരയ്ക്കുള്ളത്. ഇതും പരാതിക്ക് വിഷയമായി. ഹിന്ദു IT സെല്ലിന്റേതാണ് പരാതി. രാമായണത്തെ വളച്ചൊടിച്ചു എന്നും ശ്രീരാമനെ വിമർശിച്ചു എന്നും പരാതിയിൽ പറയുന്നു. LIC എന്ന പേരിൽ വിഘ്നേഷ് ശിവന്റെ വരാനിരിക്കുന്ന പുതിയ ചിത്രമാണ് അടുത്ത കേസിൽപ്പെട്ടിരിക്കുന്നത്. ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നതിന്റെ ചുരുക്കരൂപമാണ് LIC. ഇതിനെതിരെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വിക്കിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ പേരുമായി മുന്നോട്ടു പോകരുത് എന്നാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒരാഴ്ചയ്ക്കകം സിനിമയുടെ പേര് മാറ്റിയില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ പറയുന്നു. സംവിധായകൻ പ്രദീപ് രംഗനാഥനും കൃതി ഷെട്ടിയും പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ SJ സൂര്യയാണ് പ്രധാന വേഷം ചെയ്യുന്നത്.